ഹലോ ഫ്രണ്ട്സ്. ഇപ്പോൾ കുറേ നാളായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഇടയ്ക്ക് പിന്നെ നമ്മുടെ മഴ, വയനാട് പ്രശ്നം അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഇപ്പം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്രത്യേകിച്ചൊരു വിഷയവും കിട്ടിയില്ല ചെയ്യാനൊരു വിഷയം അങ്ങനെയല്ല, എന്നാലും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താണ് വയനാടിൻ്റെ അതൊക്കെ വിഷമങ്ങളൊക്കെ എല്ലാം വലിയ എത്ര പ്രശ്നങ്ങൾ വന്നിരുന്നാലും നമ്മൾ ഒരുമിച്ച് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു എന്താണ് തീവ്രത കുറഞ്ഞു വരും. അതുകൊണ്ടൊക്കെയാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴേ ഒരുവിധം എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇവൻ്റെ വീഡിയോ ക്ലാരിറ്റി ഇല്ല, എനിക്കറിയത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പം ഇന്നത്തെ എൻ്റെ വിഷയം എന്താണെന്നറിയാവോ? ഹേമ കമ്മിറ്റിയാണ് ഇപ്പോഴത്തെ. അതാണ് എൻ്റെ വിഷയം ഇന്ന്. അത് ഇങ്ങനെ പ്രത്യേകിച്ച് വീഡിയോ ചെയ്യാനൊന്നുമല്ല, അതിങ്ങനെ വായിച്ച് വന്നപ്പോൾ എന്താ ശരി എന്നാൽ ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചതാണ്. ഹേമ കമ്മിറ്റിയെ കുറിച്ച് പറയാനായിട്ട് ആധികാരികമായിട്ട് പറയാനായിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നി. എന്താണെന്നറിയാവോ, ഞാനിങ്ങനെ നമ്മൾ ഈ ഹേമ കമ്മിറ്റിനെ കുറിച്ച് ഇങ്ങനെ എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ യൂട്യൂബ് നമ്മൾ വായിച്ച് വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ടതാണ് എല്ലാവരും നമ്മൾ ഈ കമൻസ് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ പ്രേക്ഷകർ എഴുതുന്ന കമൻസാണ് ഇവരൊക്കെ ഇപ്പോഴാണോ ഇത് പ്രതികരിക്കുന്നത്, ഇവർക്ക് അന്ന് ഇവരെവിടെയായിരുന്നു, ഇവർക്ക് അന്ന് പ്രതികരിച്ചൂടെ എന്നൊക്കെ മിക്ക നമ്മൾ ഇപ്പം ഏത് വീഡിയോസിൻ്റെ താഴെ നോക്കിയാലും ഇങ്ങനത്തെ കുറേ കമൻസ് കാണാൻ പറ്റും. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ നടന്ന സമയത്ത് പ്രതികരിച്ചിട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കണം. അന്ന് ഒരാൾ പ്രതികരിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാറും. അതുപോലെ ചിലപ്പോൾ ആ കുട്ടികൾ ബിഗിനിങ്ങേഴ്സ് ആയിരിക്കും. അവരുടെ സൗണ്ട് ആരും തന്നെ ശ്രദ്ധിക്കത്തുമില്ല. സോഷ്യൽ മീഡിയാസ് തന്നെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുമില്ല, ഒന്നും ചെയ്യത്തില്ല. ഇപ്പം എന്ത് സംഭവവും നമ്മൾ സോഷ്യൽ മീഡിയാസും പബ്ലിക്കിലും ഒത്തിരി ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴാണല്ലോ അതിനൊരു വലിയൊരു പബ്ലിസിറ്റി കിട്ടുന്നത്. അപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കഴിയുമ്പോൾ ആ കുട്ടി കുറേ മാനസിക വിഷമം അനുഭവിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള കുത്തുവാക്ക് അനുഭവിക്കണം, അത്രയേ ഉള്ളൂ. ഇതിപ്പം ഈ അമ്മ എന്ന സംഘടനയിൽ മാത്രം എല്ലാ സ്ഥലത്തും തന്നെ ഈ വക പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ സ്ത്രീകളെല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ്. ഇപ്പം പ്രതികരിക്കാനുണ്ട് എങ്ങനെയുണ്ടായത്? ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആക്രമിക്കപ്പെട്ട നടി അവർ നല്ല ശക്തമായിട്ട് സ്വന്തം അനുഭവം തുറന്ന് പറഞ്ഞ് നല്ല ധൈര്യത്തോട് മുന്നോട്ട് വന്നത് കൊണ്ടാണ് ഇതിനെന്തെങ്കിലും ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, നമ്മുടെ ഒരു മീഡിയ കവറേജിനാണെങ്കിലും ശരി നമുക്കൊരു അറ്റൻഷൻ കിട്ടിയത്. അപ്പോൾ അത് കാരണം നമുക്കിപ്പോൾ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സംവിധാനം വന്നപ്പോൾ അന്നേരത്തിന് നമുക്ക് കുറച്ച് പ്രതികരണ ശേഷിയുള്ള കുട്ടികളെങ്കിലും മുന്നോട്ട് വന്ന് അവർ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളൊക്കെ നമ്മുടെ വിഷയങ്ങൾക്കൊക്കെ, നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾക്ക് നമ്മളതിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്താണെങ്കിലും അതാണ് എൻ്റെ മെയിൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ അവരെ എല്ലാവരെയും അവർക്കൊരു സപ്പോർട്ട് എൻ്റെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ടാണ്. കാരണം ആ ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആ കുട്ടികൾ ഇപ്പോൾ അവരുടെ എന്താണെങ്കിലും പതുക്കെ ആണെങ്കിൽ ഇപ്പോൾ അവരുടെ പേരുകൾ വരും, എല്ലാം വരും. അപ്പോൾ അവരുടെ ഫീൽഡ്, അവരുടെ ഫ്യൂച്ചർ, അവർക്കിനി ചാൻസ് ഉണ്ടാവുമോ, അവരുടെ ജോലി സംബന്ധം, അവരുടെ സെക്യൂർ എങ്ങനെയാണ് ഒന്നും അറിയാൻ പറ്റില്ല. ഇതിപ്പോൾ കുറച്ച് നാൾ കുറേ നാൾ ഇപ്പോൾ എന്ത് വിഷയം വന്നിരുന്നാലും നമ്മുടെ മീഡിയാസും ചാനലുകാരും കുറേ നാൾ ചർച്ച ചെയ്യും, പിന്നെ അത് പോകും. പക്ഷെ ബാക്കി ആഫ്റ്റർ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്നവരാണ്. അതാരും നമ്മൾ കാണുന്നില്ല, എടുക്കുന്നില്ല. അവർക്ക് അങ്ങോട്ടുള്ള അവരുടെ അവരുടെ അവർ വർക്ക് പ്ലേസ് എങ്ങനെയായിരിക്കുന്നു, അവർക്ക് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമ്മൾ ആരും തന്നെ അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒരു തീപ്പൊരി ഇല്ലാണ്ട് ഒരിക്കലും അത് അത് ആളിക്കത്തോ അല്ലെങ്കിൽ ഒരു കഥയുണ്ടാവില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അതിനെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ പറയുള്ളൂ. വെറുതെ ഒരു റിവെഞ്ചിൻ്റെ പേരിൽ അങ്ങനെ ഇങ്ങനത്തെ ഇതുപോലത്തെ സെൻസിറ്റീവ് വിഷയങ്ങളിൽ ആരും വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും അപ്പം അങ്ങനെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം അമ്മയുടെ തന്നെ ജനറൽ സെക്രട്ടറി നമ്മുടെ സിദ്ദിഖും ജോമോളൊക്കെ ഒരു മീഡിയ ടുത്ത് ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജോമോൾ പറഞ്ഞതാണ്, ജോമോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സംഘടനയിലെ വിമൻസിനെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജോമോളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല, എൻ്റെ അവിടെ ആരും വന്ന് തട്ടിയിട്ടില്ല, മുട്ടിയിട്ടില്ല എന്നൊക്കെയാണ്. അപ്പോൾ എല്ലാവരും അവരവർ നല്ല കുട്ടികളാവാൻ ശ്രമിക്കണം. അപ്പോൾ ഈ മൊഴി കൊടുത്തവരെല്ലാം മോശമെന്നാണ് എൻ്റെ അഭിപ്രായം. ധൈര്യമുള്ളവരും മൊഴി കൊടുത്തു, അല്ലാത്തവർ അങ്ങനെ മോശമല്ല എന്നൊന്ന് അങ്ങനെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ നമ്മളെ ജഗദീഷാണ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തത്. അത് അങ്ങനെ തന്നെ എല്ലാവരും അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയി. ഇതിപ്പം നിയമപരമായിട്ട് പോകില്ലെന്ന് അറിയത്തില്ല. ഇപ്പം നമ്മളെ രേവതി സമ്പത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. രേവതി സമ്പത്ത് നല്ല ധൈര്യപൂർവ്വം പേര് പറയാനും, അല്ലെങ്കിൽ അത് ധൈര്യപൂർവ്വം കൊച്ചു വരുന്ന എല്ലാ കോൺസിക്വൻസും നേരിട്ടുകൊണ്ട് തന്നെ അത് സംസാരിക്കാൻ വന്നു.
അപ്പോഴത്തന്നെ ആ കുട്ടീനെ പറയുന്നുണ്ട് ഇതിനെ നിയമപരമായിട്ട് അതിന് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, അതിന് എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല എന്ന്. അപ്പോൾ നിയമപരമായിട്ട് ഇപ്പോൾ അവർ എടുത്തില്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാൻ എന്താണെങ്കിലും ആവുമെന്ന് എനിക്ക് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ നമുക്ക് പെൺകുട്ടികളൊക്കെ ഉള്ളതാണ്, അപ്പോൾ നമ്മളും ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതുമൂലം ഒരിച്ചിരിയെങ്കിലും ഒരു എന്താണ് ആൾക്കാരിൽ ഒരു ഭയമോ അല്ലെങ്കിൽ ഇതിന് ഒരു ഇങ്ങനത്തെ നമ്മളൊരു അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഉൾവലിയൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഈ സംഘടന, അതായത് ഈ WCC ചെയ്ത അവർ കൊടുത്ത ഇതുകൊണ്ടും അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മളും എപ്പോഴും പറയുന്നത് കേൾക്കുന്നതാണ് പെൺകുട്ടികളെ നമ്മൾ ബോൾഡായിട്ട് വളർത്തണം, നോ പറയാൻ പഠിപ്പിക്കണം എന്നൊക്കെ. അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളെയും അതുപോലെ തന്നെയല്ലേ പറയേണ്ടത്. പെൺകുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യണം, അവർക്ക് സ്പേസ് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് കെയറിങ് കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അവരെയും വളർത്തുവാണെങ്കിൽ ചിലപ്പോൾ അറിയാൻ പറ്റില്ല. കുട്ടികൾ നമ്മളും അങ്ങനെ വളർത്തിക്കൊണ്ടുവരും. ഇതൊക്കെ വലുതായി കഴിയുമ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല. എന്നാലും അതേപടി നമ്മളെ പെൺകുട്ടികൾ എങ്ങനെയാണ് അതുപോലെ കുട്ടികളെ വളർത്തി വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എന്താണല്ലോ നമ്മുടെ ഇപ്പോൾ കണ്ടില്ലേ കൊൽക്കത്തയിൽ ഡോക്ടർ ആക്രമിക്കപ്പെട്ടത്. ഇപ്പം നമ്മൾ എങ്ങനെ എത്ര ബോൾഡ്നെസ് കാണിച്ചിരുന്നാലും എത്ര പ്രതികരണ ശേഷി ഉണ്ടായിരുന്നാലും എവിടെയും നമ്മൾ അവഹേളിക്കപ്പെടുന്നതും നമ്മുടെ സ്ത്രീകളുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്യപ്പെടുന്നത് നടന്നുകൊണ്ടേയിരിക്കും. അതിലിപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇനി എത്ര പഠിച്ചെന്നാലും എടുത്തെന്നാലും ഒന്നുമില്ല. എന്താണ് പെൺകുട്ടികൾ പാവം അവരവരെ സംരക്ഷിക്കാൻ അവരവർക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ളതെല്ലാം നമ്മൾ വല്ല കളരിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കരോട്ടയൊക്കെ വല്ല പഠിപ്പിച്ചു വിടാം. ഇപ്പം കണ്ടില്ല തന്നെ എൻ്റെ കയ്യിലുണ്ടല്ലോ ഒരു വള എൻ്റെ ഹസ്ബൻഡ് തന്നതാണ്. ഇതുപോലെ തന്നെ നിസ്സാരമായിട്ട് ഇങ്ങനെ ഊരുക, ഇങ്ങനെ പിടിക്കുക, ഒരെണ്ണം മൂക്കത്ത് വെച്ച് കൊടുക്കുക, അത്രയെങ്കിലും. അപ്പോൾ ഇതെങ്കിലും ഒരെണ്ണം പെൺകുട്ടികളുടെ കയ്യിൽ ഒന്ന് ഇടിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവരും ഈ പറയുന്നവരെ നമ്മൾ അവർ കുറ്റപ്പെടുത്താതെ ചിലപ്പോൾ പല നിസ്സഹായാവസ്ഥ ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നത് എന്തിനാണ്? എല്ലാവർക്കും ഒരു ജോലി വേണം. ചിലപ്പം സ്റ്റാർട്ടേഴ്സ് ആയിരിക്കും പല കുട്ടികളും. അപ്പോൾ അവർക്കൊരു അവസരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചൂഷണം ചെയ്യപ്പെടുന്നത് ഒരു ബുദ്ധിമുട്ടല്ല. അതിന് ആ സമയത്ത് അവർ പ്രതികരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത്, അത് അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുന്നത് ഒരു നല്ല പ്രവണതയായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അപ്പം എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യണം. ഇതെന്തെങ്കിലും ഒരു മാറ്റങ്ങൾ സമൂഹത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ബൈ.